എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ആ കരോളുകാരൊക്കെ വന്നു തുടങ്ങിയോ നിങ്ങളുടെയൊക്കെ വീട് വഴി? നമുക്കിവിടെ ഇപ്പോൾ ഏകദേശം ഒരു 3-4 ദിവസം മുന്നേ തന്നെ കരോളുകാർ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ പാട്ടൊന്നും ഇല്ല കേട്ടോ. ഇവർക്കിപ്പോൾ ഈ കൊട്ടുന്നുള്ളലും മാത്രമേ ഉള്ളൂ. എന്താണേലും കുഞ്ഞു മക്കൾ ഇതൊക്കെ ചെയ്ത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ. പിന്നെ ഇതാ പുൽക്കൂടിൻ്റെ പണിയിലോട്ട് ഇരുന്ന് കേട്ടോ. പുൽക്കൂടിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് നമ്മൾ കുറച്ച് പുല്ല് വേണമല്ലോ. അതിന് വേണ്ടി തിന വിതച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ അത് മുളച്ച് വരുന്ന ലക്ഷണമൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ പയർ മുളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പയറും മുളച്ച് വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയ കണ്ടെത്തണം. ഇത്തവണ വലിയ സമയമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം എനിക്ക് 24-ാം തീയതി എക്സാം ഉണ്ട്. അപ്പോൾ പഠിക്കുകയും ചെയ്യണം, ഇതൊക്കെ ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയായിരുന്നു ഇത്തവണ. ഇതിപ്പോൾ 2-3 വർഷമായി കേട്ടോ. നമ്മൾ അടുത്ത വർഷം എന്തായാലും എല്ലാ സാധനങ്ങളും മാറ്റും, നമ്മുടെ ട്രീ ഉൾപ്പെടെ. പുൽക്കൂടുണ്ടാ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ വീട്ടിലോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ സ്വന്തമായിട്ടാണ് പുൽക്കൂടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം മടിയായെന്ന് വേണം പറയാനായിട്ട്. ക്രിസ്മസ് ട്രീയും അങ്ങനെ തന്നെയാണ് കേട്ടോ. പറമ്പിൽ നിന്ന് ചെറിയ മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ടെന്നായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എങ്ങനെയാണെന്ന് പറയട്ടോ. അപ്പോൾ ബായ്.